നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ. ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ജിറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ജിറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ പ്രായമായവരുടെ സ്പെഷ്യാലിറ്റിയാണ്. അതായത് 60 വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ എല്ലാ മെഡിക്കൽ പ്രോബ്ലംസിൻ്റെയും സ്പെഷ്യലിസ്റ്റാണ് ജിറിയാട്രിക്സ്. കുട്ടികൾക്ക് പീഡിയാട്രിക്സ് ഉള്ളതുപോലെ തന്നെ ജിറിയാട്രിക്സ്. ഇന്ന് ഞാൻ കിടപ്പായിട്ടുള്ള രോഗികളെ സംരക്ഷിക്കുമ്പോൾ എയർ ബെഡ് ആണോ വാട്ടർ ബെഡ് ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കിടപ്പായിട്ടുള്ള രോഗികളിൽ വെറുതെ സാധാരണ ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ബെഡ് സോഴ്സ് ഉണ്ടാകും. ബെഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എല്ലുകൾ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഷോൾഡർ, നമ്മുടെ ഇടുപ്പിൻ്റെ എല്ല്, അതുപോലെ നമ്മുടെ നേരെ ഇങ്ങനെ കിടത്തുകയാണെങ്കിൽ പുറകിലത്തെ വശം, അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടലുണ്ടാകും. ആദ്യം ഒരു ചുമപ്പ് നിറം വരും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും തൊലി പോകും, അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉള്ളിലോട്ട് പഴുപ്പും ബുദ്ധിമുട്ടുകളും ആയിട്ട് വരും. ചിലർക്ക് ഇത് ഒത്തിരി ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ കിടക്കുന്നവർക്കാണെങ്കിൽ കാലിൻ്റെ ഹീൽസിൽ, ചിലപ്പം സ്കാൽപ്പിൽ, തലയുടെ ഇവിടെ, പിന്നെ നമ്മുടെ ചീക്ക് ബോൺസിൽ, അങ്ങനെ ഈ ബോണി പ്രോമിനൻസസിൽ എല്ലാത്തിലും തന്നെ ഇങ്ങനെ പൊട്ടലുകൾ ഉണ്ടാകാം. അത് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ആ ഏരിയയിലോട്ട് പ്രഷർ വന്നിട്ട് അങ്ങോട്ടുള്ള ഓട്ടം കുറയുന്നത് കൊണ്ട് അവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അൾസേഴ്സ്. അപ്പം ഈ അൾസേഴ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരേ രീതിയിൽ കിടക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം തന്നെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ നമ്മൾ തന്നെ അനങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ മിക്ക കിടപ്പായിട്ടുള്ള രോഗികൾ, അതായത് സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് വന്നിട്ടുള്ള പേഷ്യൻസ്, ഇപ്പം സെറിബ്രൽ പാൾസി പോലത്തെ പ്രശ്നങ്ങളുള്ള കിടപ്പ് രോഗികൾ, അങ്ങനെ അതല്ലെങ്കിൽ ഇപ്പം ക്യാൻസറൊക്കെ വന്ന് കുറച്ച് സിക്കായിട്ടുള്ള ആൾക്കാരിൽ ഇപ്പം നമുക്കൊരു 2 മണിക്കൂറിൽ കൂടുതൽ ഒരേപോലെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് സോർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ പരിചരിക്കുമ്പോൾ സാധാരണ ബെഡിൻ്റെ മുകളിലോട്ട് നമുക്കൊരു എയർ ബെഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ ബെഡ് മസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എയർ ബെഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ തടി ബെഡിൻ്റെ മുകളിലോട്ട് മാട്രസ് ഇടാതെ എയർ ബെഡ് ഇട്ട് കിടത്തി നോക്കുക. അപ്പോൾ അത് വളരെ അസ്വസ്ഥമാണ്. പേഷ്യൻസിന് അത് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്നിരിക്കത്തില്ല. പക്ഷെ ആ രീതിയിലല്ല അത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മാട്രസിൻ്റെ മുകളിലോട്ടാണ് ഈ എയർ ബെഡ് ഇടേണ്ടത്. എയർ ബെഡാണ് വാട്ടർ ബെഡിലും ബെറ്ററായിട്ട് ഈ ബെഡ് സോർ പ്രിവെൻഷന് ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ബെഡിൽ ഇങ്ങനെ പല ബബിൾസ് ഉണ്ട്. അപ്പം ഈ ബബിൾസ് ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില ബബിൾസ് വീർത്തിരിക്കുമ്പോൾ ചില ബബിൾസ് വീർക്കാതെ ഇരിക്കും. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ആ വീർക്കാത്ത ബബിൾസ് വീർക്കും, വീർത്തിരുന്ന ബബിൾസ് വീർക്കാതിരിക്കും. അപ്പം അങ്ങനെ ഇത് പല ഭാഗത്തിലുള്ള ഈ പ്രഷേഴ്സ് അത് തന്നെ ആ ബെഡ് തന്നെ മാറ്റി എടുക്കുകയാണ് എയർ ബെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എയർ ബെഡ് ഉപയോഗിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് സപ്ലൈ മസ്റ്റാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം ഫുൾ ടൈം നമ്മൾ കറണ്ടുമായിട്ട് കുത്തിയിടണം എയർ ബെഡ് ഉപയോഗിക്കുമ്പോൾ. പക്ഷെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പ്രഷർ വ്യത്യാസം വരുന്നത് കൊണ്ട് എയർ ബെഡ് ഉപയോഗിക്കുന്നവർക്ക് ബെഡ് സോർ വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. എന്നിരിക്കലും എയർ ബെഡ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ പറയും ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻ്റ് ഒന്ന് ചെരിച്ച് കിടത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ എയർ ബെഡ് ഉപയോഗിക്കുമ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വീർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇടയ്ക്കൊന്ന് നോക്കേണ്ടതും മസ്റ്റാണ്. പിന്നെ വാട്ടർ ബെഡ് ആണ് ചിലർ ഉപയോഗിക്കാറ് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ വാട്ടർ ബെഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാട്ടർ ബെഡ് ഒരു മൊത്തത്തിലുള്ള ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. അപ്പം നമ്മൾ ആ കിടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പ്രഷർ വരുന്ന പോയിന്റ്സിലെ വെള്ളം കുറച്ചങ്ങ് ഡിസ്പ്ലേസ്ഡ് ആകും. അപ്പം ആ ഏരിയയിൽ പിന്നെയും പ്രഷർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എയർ ബെഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാട്ടർ ബെഡ്
അത്രയ്ക്ക് പ്രഷർ മാറ്റാനായിട്ട് സഹായിക്കത്തില്ല. എന്നിരിക്കലും സാധാരണ ഒരു ബെഡിൽ കിടക്കുന്നതിലും ബെറ്ററാണ് വാട്ടർ ബെഡിൽ കിടക്കുന്നതുകൊണ്ട്. കാരണം ഇപ്പം നമ്മൾ ചെരിച്ച് കിടത്തുമ്പോഴൊക്കെ ആണെങ്കിലും ഈ വെള്ളത്തിൻ്റെയും കൂടി ആ വെള്ളം മൂവ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് കാരണം കുറച്ച് പ്രഷർ റിലീഫ് ഉണ്ടാകും. അതുകൊണ്ടാണ് ചിലർ വാട്ടർ ബെഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ പൊതുവേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എയർ ബെഡാണ് ഇപ്പം ഏറ്റവും നല്ലത് ബെഡ് സോഴ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടപ്പായിട്ടുള്ള രോഗികളിൽ. ഒരു രോഗിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും എസ്പെഷ്യലി കിടപ്പായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാകുമ്പോൾ എയർ ബെഡാണ് വാട്ടർ ബെഡിലും എപ്പോഴും ബെറ്റർ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ബെഡിൻ്റെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രഷർ മെക്കാനിസം നമുക്ക് വാട്ടർ ബെഡിൽ അത്രയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഇത് രണ്ടിലേതെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എയർ ബെഡാണ് ബെറ്റർ. എന്നിരിക്കലും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിന് വാട്ടർ ബെഡ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ വാട്ടർ ബെഡിലാണെങ്കിൽ കുറച്ചുകൂടി അറ്റ്ലീസ്റ്റ് എല്ലാ ഒരു 1.5-2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും പേഷ്യൻറ്റിനെ തിരിച്ച് കിടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. എയർ ബെഡിലാണെങ്കിലും നമ്മൾ തിരിച്ച് കിടത്താൻ പറയും. പക്ഷെ അതൊരു 2.5-3 മണിക്കൂറിനിടയിലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.